എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടയുടെ റെസിപ്പി തന്നെയാണ്. ഇതിന് ഞങ്ങളൊക്കെ ഓട്ടട എന്നാണ് പറയുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരുകളിൽ തന്നെയാണ് ഇതറിയപ്പെടുന്നത്. ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ആവശ്യമുള്ളത്രയും ഗോതമ്പ് പൊടി എടുക്കുക. ഞങ്ങളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് കുഴച്ച് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഇലയടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, അതേ മാവ് പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കര, തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, ഒരു 5-6 ഏലക്ക, ജീരകം ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന എന്തുമാത്രം അളവുകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ശർക്കരയായാലും തേങ്ങയായാലും ഏത് കാര്യങ്ങളായാലും ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള രീതിക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഉപയോഗിക്കാം, കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ മാവെല്ലാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഏലക്കയും ജീരകവും കൂടെ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഓട്ടടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. ഇലയട നമ്മൾ പൊള്ളിച്ചെടുത്ത് എങ്ങനെയാണ്, അതാണ് ഈ ഓട്ടട. വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അങ്ങനെ ഞാൻ ഇപ്പം ജീരകവും അതുപോലെ തന്നെ ഏലക്കയും കൂടി ചതക്കുകയാണ്. ഇനിയിപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ശർക്കരയുണ്ടല്ലോ, അതിലേക്ക് ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് വാഴയിലയാണ്. വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോ ഉരുളകളായിട്ടെടുത്ത് വെച്ച് പരത്തിയെടുക്കാവുന്നതാണ്. ഈ പരത്തിയെടുക്കുമ്പം കൈ ഒന്ന് നനച്ച ശേഷം പരത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ അതിനെ പരത്തിയെടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ തന്നെയാണ്. എണ്ണയിലൊന്നും വേവിക്കാതെ നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കുകയും അതുപോലെ തന്നെ ആവിയിലൊക്കെ വെച്ചെടുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം മധുരം അതിനകത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നല്ലതായിട്ട് പരത്തിയെടുക്കുക, നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിക്ക് വേണം ഇലയട തയ്യാറാക്കിയെടുക്കാൻ. അത് മടക്കിയെടുക്കുക. ഇതൊക്കെ നമുക്ക് ഇലയുടെയൊക്കെ തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ എല്ലാ ഇലയുടെയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും അടുപ്പത്തേക്ക് നല്ല കട്ടിയുള്ള ഒരു ദോശക്കല്ല് വെക്കുക. നല്ല ഇരുമ്പിൻ്റെ ഒരു തവ തന്നെ വെക്കണേ. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇലയുടെ ഓരോന്നായി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റ്, എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതാണ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊള്ളിക്കിട്ടുവേ, അതിന് വേണ്ടിയാണ്. അങ്ങനെ കണ്ടോ, ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട തയ്യാറായിട്ടുണ്ട്. 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ രാവിലെ സമയത്തും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.